എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇൻഫിനിറ്റ് റൈഡറിൻ്റെ ഒരു വർക്ക്ഷോപ്പ് വീഡിയോയുടെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ വീൽ സ്പിൻഡിലെല്ലാം അഴിച്ച് ഒന്ന് സെറ്റ് ചെയ്തു. മൊത്തത്തിൽ ജീപ്പ് എടുത്തിട്ട് 2 കൊല്ലം കഴിഞ്ഞെങ്കിലും ഇതുവരെ നമ്മളത് ചെയ്തിട്ടില്ലായിരുന്നു. സാധാരണ എല്ലാവരും ജീപ്പിൻ്റെ മെക്കാനിക്കൽ വർക്കുകളൊക്കെയാണ് ആദ്യം ചെയ്ത് തീർക്കുന്നത്. നമുക്ക് വേറെ വലിയ കാര്യമായ മെക്കാനിക്കൽ വർക്കുകളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്തില്ല. ഇപ്രാവശ്യമാണ് ചെയ്യുന്നത്. അപ്പം വീലെല്ലാം അഴിച്ച് 4 വീലും അഴിച്ച് അതിൻ്റെ കംപ്ലൈൻറ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പതിവ് പോലെ നമ്മുടെ തൊടുപുഴയിൽ KKR ജംഗ്ഷനിലുള്ള നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ്റെയും രാജചേട്ടൻ്റെയും വർക്ക്ഷോപ്പിലാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. നമ്മുടെ വർക്കുകളൊക്കെ തന്നെ ഇവിടെയാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇതുവരെയുള്ളത്. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് ബാക്ക് വീലഴിച്ച് പുറത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനാണ് അവിടെ നമ്മുടെ വീൽ സിലിണ്ടറൊക്കെ തള്ളിപ്പോയി ഓയിൽ ഗ്രീസെല്ലാം മിക്സായി ആകെ കുളമായിട്ടായിരുന്നു കിടക്കുന്നത്. അതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഇത് കണ്ടില്ലേ, നമ്മുടെ ബ്രേക്ക് ലൈനറൊക്കെ ഇരിക്കുന്നതിൻ്റെ അവസ്ഥ കണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ ആ ട്രിപ്പിന് ശേഷം കുറച്ച് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ സൈഡിലെ നമ്മുടെ ഷോക്ക് ഒടിഞ്ഞു തൂങ്ങിയാണ് നിൽക്കുന്നത്. ഷോക്കല്ല, ഷോക്കിൻ്റെ താഴെയുള്ള ബെഡ് ഒടിഞ്ഞു പോയായിരുന്നു. ക്യാൻവാസൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, എല്ലാം ഞെങ്ങിപ്പറഞ്ഞൊരു പരുവായി. മൊത്തത്തിൽ നമ്മൾ റെഡിയാക്കാനായിട്ട് എല്ലാം അഴിച്ച് എടുത്ത് താഴെ വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ റബ്ബറിൻ്റെ, നമ്മൾ ക്യാൻവാസ് എന്ന് പറയുന്നെങ്കിൽ ഈ റബ്ബറിൻ്റെ ഈ ഒരു പാർട്ട് കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ഇടണം, നമ്മുടെ ആ സ്പിൻഡിൽ ബോളിനോട് ചേർന്ന് വരുന്നത്. പക്ഷേ ഇതിപ്പം ആ കൂടെ കിട്ടിയിരിക്കുന്ന ആ സ്പോഞ്ച് അത് കട്ടി കൂടുതലായതുകൊണ്ട് അത് ഇടാൻ പറ്റുമെന്ന് സംശയമാണ്. ബ്രേക്ക് ഫ്ലൂയിഡ്, അതുപോലെ തന്നെ വീൽ ബെയറിങ്, റാണയുടെ നമ്മുടെ ബ്രേക്ക് ലൈനറൊന്നും ഇതുവരെ നമ്മൾ മാറിയിട്ടില്ലായിരുന്നു. നമ്മുടെ എല്ലാ വീഡിയോയിലും കേൾക്കാം, നമ്മുടെ ബ്രേക്ക് ഔട്ടുന്നതിൻ്റെ സൗണ്ട് 1 കിലോമീറ്റർ ദൂരെ നിന്ന് കേൾക്കാമായിരുന്നു. കൂവി വിളിക്കുന്ന സൗണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ പെട്ടിയിൽ നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിയാണ് അങ്ങ് ചെന്നത്. ലിസ്റ്റ് എടുത്തിട്ട് ആ ലിസ്റ്റിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. എല്ലാം കൂടെ ഈ സാധനങ്ങൾക്ക് തന്നെ ഏതാണ്ടൊരു 8,000 അടുത്ത് ആയിട്ടുണ്ട്. കാണുമ്പം കുറച്ച് കുഞ്ഞു പാക്കറ്റുകളൊക്കെ ഉള്ളൂ. വീൽ ബെയറിങ് മാറേണ്ടി വന്നു ഒരു സൈഡിലെ. അപ്പോൾ അത് ഒരു ബെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നറും ഒരു ഔട്ടറും ബെയറിംഗ് വരും. അപ്പോൾ ആ സാധനം അങ്ങനെ മാറുമ്പോഴേ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ എൻ്റെ ഉപയോഗിക്കുന്ന ഗ്രീസ്. അങ്ങനെ ഓരോരോ സാധനങ്ങളും നമ്മൾ വാങ്ങി വന്നപ്പോഴത്തേന് നല്ലൊരു എമൗണ്ടായി. തൊടുപുഴയിൽ തന്നെയുള്ള നമ്മുടെ കൊട്ടാഞ്ചേരി, നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സ് വാങ്ങിയ കൊട്ടാഞ്ചേരി ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിയത്. എല്ലാം ജെനുവിൻ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. TVSഉം റാണയും ഒക്കെ എല്ലാം ജെനുവിൻ കമ്പനിയുടെ സാധനങ്ങൾ തന്നെയാണ്. നമ്മുടെ ബെയറിംഗ് ഇതാണ്. ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബെയറിംഗ് ആണെന്നാണ് പറഞ്ഞത്. ഏതായാലും നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഇതുവരെയും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ സ്പിൻഡിൽ ബെയറിംഗ്, നമ്മുടെ റൈറ്റ് സൈഡ് ഫ്രണ്ടിലത്തെ സ്പിൻഡിൽ ബെയറിംഗ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ നമ്മൾ പരമാവധി എടുക്കാവുന്ന അത്രയും ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റാണയുടെ നമ്മുടെ ബ്രേക്ക് ലൈനറുകൾ. ഇത് നമ്മുടെ ഇതിലേക്ക് അടിച്ച് ഉറപ്പിക്കണം. നേരത്തെ ഒരു വീഡിയോയിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്, അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഫിക്സ് ചെയ്യുന്നതൊക്കെ. ആ വർക്കൊന്നും നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് കണ്ടോ, ലൈനറൊക്കെ തീർന്ന് ഒരു അവസ്ഥയിലായിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിലത്തേത്. അപ്പോൾ ഓരോ സാധനങ്ങളും നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ, അതായത് കംപ്ലൈൻ്റ് ഉള്ള എല്ലാ സാധനവും റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ സിലിണ്ടറാണ്, വീൽ സിലിണ്ടർ വരുന്നത്. അപ്പോൾ ഇത് ബാക്കിൽ റൈറ്റ് സൈഡിലേതാണ് തള്ളിപ്പോയിട്ട് അപ്പോൾ അത് നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ടാണ് ഇത് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. പിന്നെ ആർക്കാണെങ്കിലും തോന്നാൻ സംശയമാണ്, പ്രത്യേകിച്ച് എന്തെങ്കിലും കംപ്ലൈൻറ്റ് തോന്നിച്ചോ ഇതൊക്കെ മാറി വെക്കാൻ തോന്നാൻ എന്ന് ഒരു ചോദ്യം ആർക്ക് വേണമെങ്കിലും വരാം. വെറുതെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല കേട്ടോ. ഫ്രണ്ടിലേക്ക് ആ ക്യാൻവാസ് ആ ഭാഗങ്ങളൊക്കെ ഒരു മോശമായിട്ട് ഇളകി തൂങ്ങിയായിരുന്നു. അതിനും അപ്പുറത്തേക്ക് ഇതാണ് നമ്മുടെ സ്പിൻഡിൽ ബെയറിംഗ് ഇളക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനും അപ്പുറത്തേക്ക് നമുക്ക് സ്റ്റിയറിംഗ് ബോക്സ് മാറിയിട്ട് നമ്മുടെ ആ സ്റ്റിയറിങ്ങിലുള്ള ഒരു ടൈറ്റ്നസ് അങ്ങോട്ട് മാറിയിട്ടില്ല. അപ്പം വീലഴിച്ചൊന്ന് റെഡിയാക്കി കഴിയുമ്പോൾ അത് മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഏതായാലും ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വ്യത്യാസം നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തങ്കച്ചൻ ചേട്ടനത് എല്ലാം ക്ലീൻ ചെയ്ത് അത് പതുക്കെ റിമൂവ് ചെയ്തെടുക്കണം ഓരോരോ ഭാഗങ്ങൾ. വീലഴിച്ച സമയത്ത് എനിക്ക് അവിടെ ഉണ്ടാകാൻ പറ്റിയില്ല, ഞാൻ വേറെ ഒരു വഴിക്ക് പോയിരിക്കുമായിരുന്നു. ആക്ച്വലി വീഡിയോ എടുത്തിട്ട് 1 മാസമായി, നമുക്കത് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടാഞ്ഞുകൊണ്ടാണ്. ഇപ്പം പലപ്പോഴും വളരെ ലേറ്റായിട്ടാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട്. എല്ലാവരും കുറച്ച് നേരം വീഡിയോ കാണും, ചിലർ സ്കിപ്പ് ചെയ്ത് കളയും.
അപ്പോൾ പ്രത്യേക റിക്വസ്റ്റാണ്, വളരെ ചെറിയ വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ചാനൽ കണ്ട് മറ്റുള്ള വീഡിയോകളൊക്കെ കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതുപോലെ മറ്റുള്ള പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്തേക്കുക. അപ്പം എപ്പോഴും പറയുന്നതാണ്, പലരും ചെയ്യാറില്ല. ഒരു ചെറിയ സപ്പോർട്ടാണ് നിങ്ങൾ തരുന്നത്, അതൊന്ന് ചെയ്യുക. അതിനകത്ത് ഒരു മടിയും വിചാരിക്കരുത്. അപ്പോൾ അത് നമ്മുടെ വീല് ആക്സിലാണത്. അപ്പോൾ ഏറ്റവും രസം ഇതിനകത്തേക്ക് ഗ്രീസെല്ലാം ഉരുകിയൊക്കെ തീർന്ന ഒന്നും ഇല്ലായിരുന്നു അതിനകത്ത് കാര്യമായിട്ട് അത് ക്ലീൻ ചെയ്തപ്പോൾ. അപ്പം ക്യാൻവാസ് എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ കാണുന്ന ഒന്നെങ്കിൽ ആ റബ്ബറിൻ്റെ പീസും ഈ സ്പോഞ്ചും കൂടെ ചേർത്ത് വെക്കേണ്ടതാണ്. പക്ഷേ അപ്പം നമുക്കിവിടെ നട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് അതിനുള്ള സ്പേസ് കാണുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഈ സ്പോഞ്ചിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം അതിൻ്റെ രണ്ട് സൈഡിലെ ഒരു വാഷർ പോലുള്ള ഭാഗം, അതിൻ്റെ കൃത്യമായ പേരൊന്നും എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയത്തില്ല. നമ്മളൊരു ടെക്നിക്കൽ വീഡിയോ ആയിട്ട് കാണണ്ട. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വർക്കുകളാണ് ചെയ്യുന്നതെന്നുള്ളത് ഒരു ഇൻഫർമേഷൻ മാത്രമാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ടെക്നിക്കലായിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എഴുതുക. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. കാര്യം നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഏതായാലും ഓരോ കാര്യങ്ങൾ അവിടെ വളരെ ശ്രദ്ധാപൂർവ്വമാണ് ചെയ്യുന്നത്. അതായത് തലേദിവസം നമ്മൾ ജീപ്പ് കൊടുത്തു, 2 ദിവസം എടുത്തു ശരിക്കും ഇത് നമുക്ക് ചെയ്ത് റെഡിയായി കിട്ടാനായിട്ട്. എല്ലാം അഴിച്ച് പ്രത്യേകിച്ച് നമ്മുടെ വീലിൻ്റെ ഡ്രമ്മുകളെല്ലാം ലെയ്ത്തിൽ കൊടുത്ത് അതിനകം ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം. അപ്പം അതിനകത്ത് തേയ്മാനങ്ങളും സ്ക്രാച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ഒരേ ലെവലിൽ, അതായത് ഒരു ലെയർ, ഒരു വളരെ ചെറിയൊരു മില്ലിമീറ്റർ ഉള്ള ഒരു ലെയർ അതിൽ നിന്ന് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ ചില ഈ പറഞ്ഞ നമ്മുടെ ഡ്രമ്മുകൾ വലിപ്പം കൂടിപ്പോയി, തേയ്മാനം കൂടുതൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് അപ്പർ സൈസിലുള്ള ലൈനറുകൾ യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഒരാളങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ ഏതായാലും ഇത് പതുക്കെ തിരിച്ച് ഫിക്സ് ചെയ്യുന്ന ഒരു രംഗമാണ്. അപ്പോൾ ഏറ്റവും രസം ഇതിനകത്ത് ഇപ്പം നമ്മുടെ വീലിൻ്റെ ആക്സിലാണ് ഇരിക്കുന്നത്. ആ ആക്സിൽ ഞാനിപ്പോൾ ഇത് അഴിച്ച് ഇങ്ങനെ കാണാൻ പറ്റിയോണ്ട് നമുക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ് ഇത് ശരിക്കും. ഇതിനുള്ളിൽ നമ്മുടെ ഇപ്പം നമ്മുടെ ഫ്രണ്ടിലത്തെ ഹൗസിങ്ങിൻ്റെ ഫ്രണ്ടും ബാക്ക് ഹൗസിങ്ങിനുള്ളിലുള്ള ക്രൗണിലേക്കാണ് ഈ ആക്സിൽ വന്ന് ലോക്ക് ആവുന്നത്. അവിടെ വേറെ നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുമല്ല, ഔട്ടറിലുള്ള നട്ട് ബോൾട്ട് ടൈറ്റിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജീപ്പ് വെച്ച് വലിയ കെട്ടിൻ്റെ മണ്ടയിൽ നിന്നൊക്കെ എടുത്ത് ചാടിക്കുകയും നമ്മുടെ വീഡിയോയ്ക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോയ്ക്കൊക്കെ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായ അഭ്യാസങ്ങൾ കാണിക്കുന്നവർ ഒരു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇത് എങ്ങനെയാണ് ഇതൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഒരു അറിവിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം ഇതിൻ്റെ മെക്കാനിസമൊക്കെ നമ്മൾ ആ പറയുന്ന അത്രയും എക്സ്ട്രീം ലോഡുകൾ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലും ഈ അനാവശ്യമായിട്ടുള്ള നമ്മൾ ഈ ജമ്പും കാര്യങ്ങളൊക്കെ എടുക്കുമ്പം ഇതിനുള്ളിലുള്ള ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് പിടിപ്പിച്ച് വച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ക്രൗണിൻ്റെ ഉള്ളിലേക്ക് അത് നേരെ പിനിയനിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് ലോക്കായിട്ട് കയറിയിരിക്കുകയാണ്. അത് കറങ്ങുന്നതിനനുസരിച്ചാണ് ഇതിലേക്ക് ലോഡ് വരുന്നത്, അല്ലെങ്കിൽ വീലിലേക്ക് പവർ വരുന്നത്. പവർ വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഗ്രീസൊക്കെ തേച്ച് തങ്കച്ചേട്ടൻ അത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുതിയ സ്പിൻഡിൽ ബെയറിങ് മേളിലും താഴെയും ഫിക്സ് ചെയ്തു. ബാക്കിലത്തെ റൈറ്റ് സൈഡിലെ ടയറിൻ്റെയാണ് വീൽ ബെയറിങ് പോയിരുന്നത്, അതും നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് വീൽ ബെയറിങ്ങൊക്കെ. ഓരോന്നിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസിങ് ഞാൻ ഇതിനകത്ത് ഇടുന്നില്ല. ഞാനേതായാലും ഷോപ്പിലെയും വർക്ക്ഷോപ്പിലെയും ഫോൺ നമ്പേഴ്സ് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാൻ, അതിനകത്ത് പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ എപ്പോഴും പറയാറുള്ളതാണ്, എന്നാലും ഞാൻ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറന്നു കളയരുത്. നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോയ്ക്കൊക്കെ മുമ്പുള്ള ഒരു റീച്ച് ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എത്തിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇതൊരു ടിപ്പിക്കൽ ഇങ്ങനെ വാഹനങ്ങളോട് ഇഷ്ടമുള്ള ആളുകൾക്ക് പറ്റിയൊരു ടോപ്പിക്കാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മറ്റു ടോപ്പിക്കുകളിലേക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് പോയിട്ടില്ല. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തുള്ളൂ. നിലവിലുള്ള ഞങ്ങളുടെ ജീപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകളുടെയൊക്കെ പല വാട്സപ്പ് ഗ്രൂപ്പുകളും അതുവഴിയൊക്കെയാണ് നമുക്ക് ഇതിനൊരു പബ്ലിസിറ്റി ഇപ്പം നിലവിൽ കിട്ടുന്നുള്ളൂ. യൂട്യൂബിൽ കാര്യമായ പബ്ലിസിറ്റി വരുന്നില്ല. അത് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീൽ സിലിണ്ടർ തള്ളിപ്പോയിട്ട് ഇതുകൊണ്ട് ലൈനറൊക്കെ ഫുള്ള് ബ്രേക്ക് ഫ്ലൂയിഡിനകത്ത് കുളിച്ചാണ് ഇരിക്കുന്നത്. അത് ഈ കണ്ടീഷനിലായിരുന്നു ഇത്രയും കാലം ഓടിച്ചിരുന്നതെന്ന് കണ്ടപ്പോൾ തന്നെ ശരിക്കും പേടിയായിപ്പോയി. അവിടുത്തെ ആക്സിലാണ് എടുത്ത് ഊരി വെച്ചിരിക്കുന്നത്.
ഇതൊക്കെ കഴിഞ്ഞ ദിവസത്തെ ട്രിപ്പിൻ്റെയാണ്. നമ്മുടെ വീലാർച്ചയിൽ ഒരു സ്ക്രാച്ച് കാണുന്നുണ്ടല്ലോ. ആ ട്രിപ്പിൽ തന്നെയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഫുഡ് സ്റ്റെപ്പ് ഒടിഞ്ഞു പോയി. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലത്തെ ലെഫ്റ്റ് സൈഡിലെ ഷോക്ക് അബ്സോർബറിൻ്റെ താഴത്തെ ബെഡ് ഒടിഞ്ഞു പോയി. പിന്നെ റൈറ്റ് സൈഡിലെ മിറർ എൻ്റെ മുട്ട് കൊണ്ട് പൊട്ടി. ഞാൻ ചാടി ഇറങ്ങാൻ ശ്രമിച്ചതാണ്. വണ്ടി നിർത്തിയിട്ടാണ് കേട്ടോ, വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയതല്ല. അതുപോലെ ഉറുമ്പിക്കര പോയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ പുറകെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ട്രിപ്പായിരുന്നു. ആ ട്രിപ്പിൽ അങ്ങനെ ചെറിയ കുറച്ച് കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ കൂടെ തന്നെ പരിഹരിച്ചാണ് പോകുന്നത്. അപ്പോൾ ഓരോ ഘട്ടം പണികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജചേട്ടനുണ്ട് കൂടെ. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീപ്പ് എന്ന് പറയുന്ന വാഹനം, കാര്യം ഇത്തരം ഒരു ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് ജീപ്പല്ലാത്ത മറ്റൊരു വാഹനത്തിൽ, ഇന്നത്തെ പുതിയ വാഹനങ്ങളിൽ വല്ലതും ആണെങ്കിൽ നമുക്കതിൻ്റെ ബഡ്ജറ്റ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അത്ര എമൗണ്ട് ആവും. ഇത് നമുക്ക് വളരെ ശരിക്കും പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് ഈ വാഹനം. ഇത്തരം വർക്കുകൾ നല്ല രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ കുറേ വർഷങ്ങൾ നമുക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഇത് ചെയ്തിട്ടുള്ള പലരും പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വർക്കെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീൽ ബെയറിങ് അതിലേക്ക് അടിച്ച് ഉറപ്പിച്ച് പിടിപ്പിക്കുകയാണ്. ആക്സിലാണ് ബാക്കിലത്തെ. അപ്പോൾ വർക്കുകൾ കംപ്ലീറ്റായി നമ്മളവിടെ നിന്ന് ഇറക്കി. അതിന് ടോട്ടൽ ഒരു 14,000-അടുത്ത് എല്ലാം കൂടെ ആയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ വീൽ അലൈൻമെൻറ്റ് ചെയ്യിക്കാനായിട്ട് നമ്മൾ നേരത്തെ തൊടുപുഴയിലുള്ള വീൽ അലൈൻമെൻറ്റ് സെൻറ്ററിൽ തന്നെയാണ് പോയത്. അപ്പോൾ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അലൈൻമെൻറ്റ് ചെയ്ത് വണ്ടി നല്ല പക്കയായി. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്.